ഹലോ വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിപ്പോൾ SSC ആയിക്കോട്ടെ, RIMB ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാങ്കിങ് ആയിക്കോട്ടെ, ഏതൊരു എക്സാമിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നൊരു ഭാഗമാണിത്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അല്ലേ, GK സൈഡിൽ തന്നെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നൊരു ഭാഗമാണിത്, ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും പല ഡൗട്ടുകളുണ്ടാവും. ഏത് ന്യൂസ് പേപ്പറാണ് ഞങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് എഡിഷനാണ് ഞങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. ഇത്തരം സംശയങ്ങൾ നമ്മളെല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ. ഷുവർലി വി വിൽ ഹെൽപ്പ് യു. ഓക്കെ, അതായത് നമ്മളൊരു കറണ്ട് അഫെയർ ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യം ചോദിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ചോദിക്കുന്ന അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്, അല്ലെങ്കിൽ ബുക്ക് ആൻഡ് ഓതേഴ്സ്, പേഴ്സൺസ് ഇൻ ന്യൂസ്, അതുപോലെ തന്നെ സ്പോർട്സ് ആൻഡ് ഇവൻറ്റ്സ്, അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്, ഇൻ്റർനാഷണൽ ന്യൂസ് ആൻഡ് നാഷണൽ ന്യൂസ്. ഇത്രയും ഭാഗങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് SSC അല്ലെങ്കിൽ RRB പോലുള്ള എക്സാംസിന് ചോദ്യം ചോദിക്കുക. അപ്പോൾ നമ്മളിൽ വരുന്നൊരു സംശയമുണ്ട്, ഏത് ന്യൂസ് പേപ്പറാണ് ഇതിനു വേണ്ടി ഫോളോ ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ദ ഹിന്ദു ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇന്ത്യൻ എക്സ്പ്രസ് ഫോളോ ചെയ്യാം. അപ്പോഴും നമുക്ക് സംശയം വരും, ഏത് എഡിഷനാണ് വേണ്ടത്, പാലക്കാട്, കാലിക്കറ്റ്, ട്രിവാൻഡ്രം, എനിത്തിങ് എക്സെട്ര. യെസ്, അതായത് നമ്മൾ പ്രധാനമായിട്ടും ഫോളോ ചെയ്യേണ്ട എഡിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി എഡിഷനാണ്. ഓക്കെ, പ്രധാനമായിട്ടും ചോദിക്കുന്ന മേഖല എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്, ഡൽഹി എഡിഷൻ ന്യൂസ് പേപ്പേഴ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് പറയും, നമുക്കത് അവൈലബിൾ ആണോ? നമുക്ക് ഒരേ ഒരു സൊല്യൂഷൻ എന്നതിലുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം, ഈ പേപ്പർ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഓക്കെ, കാരണം അധികവും നമ്മളിപ്പോൾ എക്സാംസ് നോക്കുകയാണെങ്കിൽ അധികവും ചോദ്യങ്ങൾ വരുന്നൊരു മേഖല എന്ന് വിളിക്കുന്ന ഏതാണ്, ഡൽഹി എഡിഷൻ ന്യൂസ് പേപ്പറാണ്. അത് ഹിന്ദു ആണെങ്കിലും അതെ, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ എക്സ്പ്രസ് ആണെങ്കിലും അതെ. അപ്പോൾ ഏറ്റവും നമ്മൾ ഒരു ന്യൂസ് പേപ്പർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏതാണ്, ഡൽഹി എഡിഷൻ ന്യൂസ് പേപ്പറിനാണ്. ക്ലിയർ? ഇനി നമ്മൾ പറഞ്ഞു പല മേഖലകളിൽ നിന്ന് എന്ത് ചെയ്യും ചോദ്യം ചോദിക്കും. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഏതാണ്, ഇൻ്റർനാഷണൽ ന്യൂസ്. ഇനി ഇൻ്റർനാഷണൽ ഇവൻറ്റ്സുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണ് ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ റിലേഷൻസ് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു ബന്ധപ്പെട്ട് കിടത്തിയിരിക്കുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ റഷ്യയുമായിട്ട് അല്ലെങ്കിൽ UAE-യുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു, ഇന്ത്യൻ റുപ്പിയിൽ എന്ത് ചെയ്യുന്നു ട്രാൻസാക്ഷൻസ് നടക്കുന്നു. അപ്പോൾ അത്തരം മേഖലകളിൽ നിന്ന് എന്ത് ചെയ്യാം ചോദ്യങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ അത് എക്കോണമി ആസ്പെക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ജിയോഗ്രഫി ആസ്പെക്റ്റിലും എന്ത് ചെയ്യാം ചോദ്യങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ലൈക്ക് യുണൈറ്റഡ് നാഷൻസ്, WTO ആൻഡ് IMF തുടങ്ങിയ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ച് എന്ത് ചെയ്യാറുണ്ട്, ഈ ഇൻ്റർനാഷണൽ ന്യൂസിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട് ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് UN-ൽ മീറ്റിംഗ് നടക്കുന്നു, അല്ലെങ്കിൽ WTO ഏതെങ്കിലും ഒരു പുതിയ എഗ്രിമെൻറ്റ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ എന്ത് ചെയ്യുന്നു വ്യത്യാസങ്ങൾ വരുത്തുന്നു. അപ്പോൾ ഇത്തരം മേഖലയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാറുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവർ പബ്ലിഷ് ചെയ്യുന്ന ഇൻഡെക്സുകളുണ്ടല്ലേ, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ജെൻഡർ ഇൻഈക്വാളിറ്റി ഇൻഡെക്സ്, അങ്ങനെ പല മേഖലകളിലും എന്ത് ചെയ്യാറുണ്ട് പല ഇൻഡെക്സുകൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഇൻഡെക്സുകളിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നുള്ള കാര്യം, ഓക്കെ, ആ ഇൻഡെക്സുകളിൽ എന്താണ് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ നോക്കേണ്ടത്. ഇൻ്റർനാഷണൽ ന്യൂസിൽ നിന്നും എന്താണ് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ വരുന്നൊരു മേഖല എന്ന് വിളിക്കുന്നത് എന്താണ്, നാഷണൽ ന്യൂസാണ്. നാഷണൽ ന്യൂസിൽ പ്രധാനമായിട്ടും വരുന്നത് റീസെൻ്റ്ലി സയൻസുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ സ്പേസ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ സാറ്റലൈറ്റുകളുമായി ബന്ധപ്പെട്ടോ എന്ത് ചെയ്യാറാണ് ന്യൂസുകൾ വരാം. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന എന്താണ്, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന എന്താണ് ഓർഗൻസിനെ കുറിച്ച്, ഓർഗനൈസേഷൻസിനെ കുറിച്ച് എന്ത് ചെയ്യാം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. അതാണ് നാഷണൽ ന്യൂസിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യേണ്ടത് നമ്മൾ കവർ ചെയ്യേണ്ട ഒരു മേഖല. പിന്നെ അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് ആണ് അല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരത് രത്ന, അത്തരം അവാർഡ്സുകൾ വരികയാണെങ്കിൽ അത് ഏതൊക്കെ കാറ്റഗറിയിൽ ആർക്കൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അവാർഡ്സ് ആൻഡ് ഹോണേഴ്സിൽ നിന്ന് എന്ത് ചെയ്യണം നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം നോക്കി വെച്ചിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബുക്ക് ആൻഡ് ഓതേഴ്സ്, അതായത് നമുക്കറിയാം, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു GK ബുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഫേമസ് ആയ ബുക്കുകളും അതിൻ്റെ ഓതേഴ്സിനെയും തന്നിട്ടുണ്ടാവും. അത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം. കൂടാതെ തന്നെ റീസെൻ്റ്ലി പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകൾ, ചിലപ്പോൾ ശശി തരൂർ പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകൾ ഉണ്ടാവും. അങ്ങനെ പല ഫേമസ് ആയ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ബുക്ക് ഏതാണ് എന്നുള്ളതും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഓതറാണ് ആരാണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്ന്, നമ്മുടെ അറിയാം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത് S. ജയശങ്കറാണ്.
അദ്ദേഹം ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അല്ലേ, വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ബുക്കുകൾ. ഓക്കെ, അത് ആരാണ് എഴുതിയത്, അത് സ്റ്റാറ്റിക്കായിട്ട് ഓൾറെഡി കുറച്ച് ഫേമസ് ബുക്സ് ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം, നോക്കി വെച്ചിരിക്കണം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൽ വരുന്ന കാര്യം എന്ത് ചെയ്യണം, നോക്കി വെച്ചിരിക്കണം എന്നുള്ള എന്താണ് വളരെയധികം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്പോർട്സ് ആൻഡ് ഇവൻറ്റ്സുമായി ബന്ധപ്പെട്ട്, ഉദാഹരണമായിട്ട് ICC അവാർഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെന്നീസ്, ബാഡ്മിൻ്റൺ, ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എന്താണ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് അതിൽ ജയിക്കുന്ന ആളുകൾ, അവരുടെ കാറ്റഗറി, അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, കറണ്ട് അഫയേഴ്സ് ആയിട്ട് എന്താണ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന സ്കീമുകൾ, ഉദാഹരണമായിട്ട് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, പ്രധാനമന്ത്രി അടൽ പെൻഷൻ യോജന അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഗവൺമെൻറ് സ്കീംസ് എന്ന്, അല്ലെങ്കിൽ പുതിയ പോളിസീസുമായി ബന്ധപ്പെട്ട് എന്താണ് ലോഞ്ച് ചെയ്യുന്നത് അല്ലേ, ഉദയ് സ്കീമുകൾ, അല്ലെങ്കിൽ അത്തരം സ്കീമുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, ഈ സ്കീമുകൾ ഒരിക്കലും സ്റ്റേറ്റ് വൈസ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സ്റ്റേറ്റ് വൈസ് അങ്ങനെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതേസമയം എന്താണ് സെൻട്രൽ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന എല്ലാ സ്കീമുകളും എന്ത് ചെയ്യണം, നമ്മൾ നോക്കിയിരിക്കണം. എന്നാൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈസ് ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ചോദ്യങ്ങൾ ചോദിക്കും. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ സ്കീമുകൾ ഏതെങ്കിലും സ്റ്റേറ്റിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യം ചോദിക്കേണ്ടത്. അത്രയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ന്യൂസിൽ വരുന്ന ഫേമസ് പേഴ്സണാലിറ്റീസ്, അതായത് പുതിയ അപ്പോയിൻമെൻറ്റുകൾ, അത് ബാങ്കിങ് സെക്ടറിലായിരിക്കാം, അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലിലായിരിക്കാം, അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് ജുഡീഷ്യൽ ലെവലായിരിക്കാം, ആൻഡ് ഇന്ത്യൻ പാർലമെൻറ്റ് ലെവലായിരിക്കാം, എനിത്തിങ് എക്സെട്ര. ഇത്തരത്തിൽ വരുന്ന പുതിയ അപ്പോയിൻമെൻറ്റുകളും നമ്മൾ ഇവിടുന്ന് പ്രധാനമായിട്ടും കവർ ചെയ്തിരിക്കണം, കറണ്ട് അഫയേഴ്സിൽ നിന്ന് കവർ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും അവിടെ ചോദിക്കുന്നത്, കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുന്നത്. ഇനി ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ചോദ്യം ചോദിക്കുന്നത്? യെസ്, അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഏതൊരു എക്സാമാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏത് എക്സാം ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം എന്ന് വിളിക്കുന്നത് ഒന്നെങ്കിൽ SSC ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം ഒരു പക്ഷേ RRB ആയിരിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റേതായിരിക്കാം. ആരുടേതായി കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏകദേശം ഒരു 4 വർഷം മുതൽ 5 വർഷം വരെ ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുക. ഓക്കെ, ഒരു 4 വർഷം മുതൽ 5 വർഷം വരെ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ രീതിയിലാണ് ആ സമയത്ത് കറണ്ട് അഫയേഴ്സ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓരോ വർഷം വരുമ്പോൾ വ്യത്യാസം വരും. ഇപ്പോൾ ചിലപ്പോൾ നമ്മളെ ഈ SSC ഒക്കെ സെക്കൻഡ് ടയറിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ റെയിൽവേ സെക്കൻഡ് ടയറിലേക്ക് പോകുമ്പോൾ കറണ്ട് അഫെയർ തന്നെ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദിച്ചിരിക്കുന്നത്, സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ അറിയാൻ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ പേപ്പർ നോക്കിയിരിക്കണം. ഇനി കൂടാതെ നമ്മളിപ്പോൾ കറണ്ട് അഫെയറിൽ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെന്ന് വയ്ക്കുക, ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടിട്ട്, ഇപ്പോൾ ഉദാഹരണമായിട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അല്ലെങ്കിൽ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇത്തരം സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികവും പഠിക്കുന്നത് എന്താണ്, ഒന്നെങ്കിൽ ഇതിൽ പുതിയ അപ്പോയിൻമെൻറ്റ് വന്ന കാര്യമാവും, അല്ലെങ്കിൽ ഒരു പുതിയ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യമാവും. പക്ഷെ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ എന്തുകൂടി ചെയ്യണം, ഇതിൻ്റെ സ്റ്റാറ്റിക് GK സൈഡ് കൂടി എന്ത് ചെയ്യണം, നമ്മൾ നോക്കിയിരിക്കണം. ഇതിൻ്റെ എന്താണ് സ്റ്റാറ്റിക് GK സൈഡ് കൂടി എന്ത് ചെയ്യണം, നമ്മൾ നോക്കിയിരിക്കണം. ഉദാഹരണമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്, എത്ര അംഗങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലുള്ളത്, അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്, ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ, ഇതിലേതൊക്കെയാണ് ക്വാസി ജുഡീഷ്യൽ ബോഡി എന്നറിയപ്പെടുന്നത്. അതായത് നമ്മൾ ഏത് കറണ്ട് അഫെയറിനെ കുറിച്ചാണോ പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് സ്റ്റാറ്റിക് GK കൂടി അറിയണം. എന്തിനാണ് സ്റ്റാറ്റിക് GK അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് കറണ്ട് അഫെയർ ടോപ്പിക് എന്ന് വയ്ക്കുക. ചിലപ്പോൾ നാളെ SSC ചോദിക്കാൻ പോകുന്ന ചോദ്യം ഈ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്റ്റാറ്റിക് GK ആയിരിക്കും. ഓക്കെ, നമുക്കത് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നോക്കുമ്പോൾ പറയാം, ട്രെൻഡ് അങ്ങനെയാണ്. അതായത് എന്താണ്, ഏതെങ്കിലും ഒരു ഇവൻറ്റ് കറണ്ട് അഫെയറിൽ നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റിക് GK ഡയറക്റ്റ്ലി എന്ത് ചെയ്യാറുണ്ട്, SSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റിക് GK കൂടി നമ്മൾ നോക്കുക. അതാണ് നമ്മൾ ഈ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ വായിക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻസ് അല്ല, ബാക്കിയുള്ള പേപ്പറുകളേക്കാൾ കൂടുതൽ. എന്തുകൊണ്ടാണ് നമ്മൾ ദ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ വായിക്കണം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ വായിക്കുന്നത് ദ ഹിന്ദു എന്നുള്ള ന്യൂസ് പേപ്പറാണെന്ന് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വായിക്കുന്നത് എന്താണ്, ഹിന്ദു എന്നുള്ളൊരു ന്യൂസ് പേപ്പറാണെന്ന് വയ്ക്കുക. അങ്ങനെ ഹിന്ദു എന്നുള്ളൊരു ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ചിലപ്പോൾ
ഹിന്ദുവിൽ തന്നെ ഓൾറെഡി പറയും എന്നാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത്, അല്ലെങ്കിൽ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യും ഓൾറെഡി ഹിന്ദുവിൽ തന്നെ അവർ കവർ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് എന്താണ് ബാക്കി സോഴ്സസിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, അത് വായിക്കുക. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാണ്ടാത്തൊരു ഭാഗമാണ് ഏതെന്ന് വിളിക്കുന്നത് എഡിറ്റോറിയൽസ് എന്ന് വിളിക്കുന്നത്. അതായത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, എഡിറ്റോറിയൽസ് കവർ ചെയ്തിരിക്കണം. ഓക്കെ, ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ന്യൂസസ് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യണം, എഡിറ്റോറിയൽസ് കൂടി കവർ ചെയ്യണം. അതൊരു പക്ഷേ നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യും, സഹായിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് അപ്പോൾ നമുക്ക് ചോദിക്കാം, ഇപ്പോൾ ഉദാഹരണമായിട്ട് SSCക്ക് മാത്രമല്ല ഇംഗ്ലീഷ് ഉള്ളൂ, RRBയുടെ എല്ലാ പോസ്റ്റുകൾക്കും ഇംഗ്ലീഷ് ഇല്ലല്ലോ. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ എക്സാംസ് എഴുതുമ്പോൾ അവർ പലപ്പോഴും ക്വസ്റ്റ്യനിൽ നമുക്കറിയാത്ത വാക്കുകളൊക്കെയാണ് ചോദിക്കുക അല്ലേ. അപ്പോൾ ആ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനും ഏത് സഹായിക്കും, ഇത്തരം ന്യൂസ് പേപ്പേഴ്സ് സഹായിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഏറ്റവും കുറഞ്ഞ എന്ത് ചെയ്യണം, ഒരു 4 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി എത്ര വർഷത്തെ അല്ലെങ്കിൽ എത്ര മാസത്തെ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, എന്താണ്, ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പോൾ എക്സാം എന്നാണോ നടക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ചോദിക്കും എത്ര ദിവസം വരെ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്നാണ് SSC എക്സാം നടക്കുന്നതെന്ന് വയ്ക്കുക, ഇന്നാണ് എന്ത് ചെയ്യുന്നത് SSC എക്സാം നടക്കുന്നതെന്ന് വയ്ക്കുക. നമ്മൾ തലേ ദിവസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം എന്ന് തന്നെ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ എക്സാം എന്നൊക്കെ പറയുന്നത് എന്താണ്, കണ്ടക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഈ SSC എക്സാം ഒക്കെ നടക്കുമ്പോൾ 2 ദിവസം മുമ്പത്തെ കറണ്ട് അഫയേഴ്സ് വരെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഏറ്റവും അവസാന നിമിഷം വരെ എന്ത് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 6 മാസം മുതൽ എന്നാണോ എക്സാം നടക്കുന്നത് അത് വരെയുള്ള കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ കറണ്ട് അഫെയർ നോക്കുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്താണ് കംപ്ലീറ്റ്ലി റിവിഷൻ ചെയ്യുന്നതിൽ എന്താണ് പല സ്റ്റുഡൻസും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരിടുന്നുണ്ട്. അതിന് ഏറ്റവും അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകളെ കുറയ്ക്കുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം, ക്യൂബിറ്റ് അക്കാഡമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബുധനാഴ്ചയും എന്ത് ചെയ്യുന്നുണ്ട്, വീക്ക്ലി കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്ലാസ് യൂട്യൂബിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീക്കിൽ നടന്ന ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ 25 ടോപ്പിക്സാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന. ചുമ്മാ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിന് നിയമവശങ്ങൾ എന്തെങ്കിലും എന്താണ്, അതായത് വിത്ത് സ്റ്റാറ്റിക് GK ആണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഉദാഹരണമായിട്ട് UN നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് UNൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിലെത്ര അംഗങ്ങളാണുള്ളത്, കൃത്യമായ സ്റ്റാറ്റിക് GKയുടെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിന് കാണാൻ പറ്റുക. ഒരാഴ്ചയിലെ തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ 25 ടോപ്പിക്സാണ് എന്ത് ചെയ്യുക നമ്മൾ ഡിസ്കസ് ചെയ്യുക. കൂടാതെ ഇതിൻ്റെ PDF മെറ്റീരിയൽ നമ്മൾ എവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, ക്യൂബിറ്റിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ പാകത്തിന് എന്ത് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുത്തിട്ട് ഫോളോ ചെയ്യുക എന്നുള്ള എന്താണ് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ബുധനാഴ്ചയാണ് എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലാണ് എന്ത് ചെയ്യുന്നത് ഈ PDF മെറ്റീരിയൽ എന്ത് ചെയ്യുന്നത് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്, എല്ലാ സ്റ്റുഡൻസും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡെയിലി എന്ത് ചെയ്യണം, ന്യൂസ് പേപ്പർ വായിച്ചിരിക്കണം. അത് ഒന്നെങ്കിൽ ദ ഹിന്ദു വായിക്കാം, അല്ലെങ്കിൽ എന്താണ് ദ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കാം. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കംഫർട്ടബിളായി തോന്നുന്ന ആ ന്യൂസ് പേപ്പർ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്നത്തെ കാലത്ത് ന്യൂസ് പേപ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിച്ചു നിർത്താൻ പാടില്ല എന്നുള്ളത് തന്നെ. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തി ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ന്യൂസ് പേപ്പേഴ്സ് ഒഴിച്ചു നിർത്തരുത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കുന്നതാണ് ഈ ന്യൂസ് പേപ്പർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഇത്രയും മേഖലകളിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.